ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദേവിപ്രിയ. പ്രധാന വാർത്തകൾ. ശാസ്ത്ര പഠനത്തിനുള്ള വിശ്വസനീയമായ കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി. വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതാണ് പുതിയ വിദ്യാഭ്യാസ നയമെന്നും നരേന്ദ്രമോദി. ബ്രിട്ടനിൽ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതിനെ തുടർന്ന് രാജ്യത്ത് ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ ഇന്ന് 6049 പേർക്ക് കോവിഡ്. രാജ്യത്തെ രോഗമുക്തി നിരക്ക് 96%. സംസ്ഥാന നിയമസഭയുടെ നാളത്തെ പ്രത്യേക സമ്മേളനത്തിന് ഗവർണറുടെ അനുമതിയില്ല. സിസ്റ്റർ അഭയ കൊലക്കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. ശിക്ഷ നാളെ വിധിക്കും. വാർത്തകൾ വിശദമായി. ശാസ്ത്ര പഠനത്തിനുള്ള ഏറ്റവും വിശ്വസനീയമായ കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ വർഷത്തെ ഇന്ത്യ അന്താരാഷ്ട്ര ശാസ്ത്രോത്സവത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിനൊപ്പം ഇന്ത്യയിലെ ശാസ്ത്ര സമൂഹവും വളരേണ്ടതുണ്ട്. രാജ്യത്തെ ഗവേഷണ മേഖലയിലെ സാഹചര്യം മെച്ചപ്പെടുത്താനും ഏതുതരം വെല്ലുവിളി നേരിടാനും സർക്കാർ തയ്യാറാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. All our efforts are aimed at making India the most trustworthy center for scientific learning. No wonder India has become very active in hosting and participating in hackathons. They are held in India and abroad. It gives both exposure and opportunity to our scientists. डिजिटल टेक्नोलॉजी से सामान्य भारतीयों को ताकत भी दी है और सरकारी सहायता की सीधी तेज डिलीवरी का भरोसा भी दिया है. ശാസ്ത്രം, സാങ്കേതിക വിദ്യ എന്നിവയിൽ സമ്പന്നമായ പാരമ്പര്യമുള്ള രാജ്യമാണ് ഇന്ത്യയെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. ബഹിരാകാശ മേഖലയിലെ നേട്ടങ്ങൾ പോലെ ആഴക്കടൽ ഗവേഷണത്തിലും വിജയം കൈവരിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മന്ത്രി ഹർഷവർദ്ധനും ചടങ്ങിനെ അഭിസംബോധന ചെയ്തു. രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം 21ാം നൂറ്റാണ്ടിലെ വെല്ലുവിളികളെ നേരിടാൻ വിദ്യാർത്ഥികളെ സജ്ജമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ശതാബ്ദി ആഘോഷം വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിശദവിവരങ്ങളുമായി ജോസ്ന. എണ്ണം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. 2014 മുൻപ് രാജ്യത്ത് 16 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവ 23 IIITകൾ 9 ആയിരുന്നത് ഇപ്പോൾ 25 വർദ്ധിച്ചു. 2014 മുൻപ് 13 IIMകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ നിലവിൽ ഇത് 20 എയിംസിന്റെ എണ്ണവും 7 നിന്ന് 22 വർദ്ധിപ്പിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ വികസനത്തിന്റെ പാതയിലാണ്. വികസന നേട്ടങ്ങൾ വിവേചനരഹിതമായി എല്ലാവർക്കും ലഭിക്കും. മതത്തിന്റെ പേരിൽ ആർക്കും അവസരങ്ങൾ നിഷേധിക്കപ്പെടില്ല. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്നതിലൂടെ ഓരോരുത്തർക്കും അവരവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള അവസരം കിട്ടുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. സ്കൂൾ പഠനം അവസാനിപ്പിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥിനികളുടെ എണ്ണം 70% നിന്ന് 30% കുറയ്ക്കാൻ കേന്ദ്രത്തിനായി. രാജ്യത്തെ സ്വാതന്ത്ര്യസമര സേനാനികളെക്കുറിച്ച് ഗവേഷണം നടത്തണമെന്നും പ്രധാനമന്ത്രി അലിഗഡ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ചു. ശതാബ്ദി ആഘോഷ സ്റ്റാമ്പിന്റെ പ്രകാശനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അടുത്ത കേന്ദ്ര ബജറ്റിനോടനുബന്ധിച്ച് കാർഷിക സംസ്കരണ വ്യവസായ മേഖലയിലെ പ്രമുഖരുമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂഡൽഹിയിൽ ആശയവിനിമയം നടത്തി. യോഗത്തിൽ ധനകാര്യ സെക്രട്ടറി ഡോക്ടർ AB പാണ്ഡെ, സാമ്പത്തികകാര്യ സെക്രട്ടറി തരുൺ ബജാജ്, ചീഫ് ഇക്കണോമിക് അഡ്വൈസർ KV സുബ്രഹ്മണ്യൻ എന്നിവരും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കേന്ദ്ര ബജറ്റിലെ നിർദ്ദേശങ്ങൾ സമാഹരിക്കുന്നതിനായി അടിസ്ഥാന സൌകര്യം, ഊർജ്ജം, സാമ്പത്തിക മൂലധന വിപണികളിലെ പ്രതിനിധികൾ, വ്യവസായ വാണിജ്യ അസോസിയേഷനുകൾ എന്നിവരുമായി മന്ത്രി നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമായി തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കൻ പരമോന്നത സൈനിക ബഹുമതിയായ ലീജൻ ഓഫ് മെറിറ്റ് സമ്മാനിച്ചതിനെ സ്വാഗതം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മനുഷ്യ സമൂഹത്തിന്റെ നേട്ടത്തിനായി ആഗോള നേതൃത്വത്തിന്റെ ആവശ്യമുണ്ട്. ഇതിനായി ജനങ്ങളുടെ അതുല്യമായ വിഭവശേഷി പ്രയോജനപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലൂടെ കഴിയുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന്റെ തെളിവാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ച പുരസ്കാരമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ട്വിറ്ററിൽ കുറിച്ചു. ബ്രിട്ടനിൽ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ത്യയിലും ജാഗ്രത പാലിക്കാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ബ്രിട്ടനിൽ നിന്നെത്തുന്ന യാത്രക്കാരെ RT-PCR പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് മന്ത്രാലയം വിവിധ സംസ്ഥാനങ്ങളിലെ വിമാനത്താവള അധികൃതർക്ക് നിർദ്ദേശം നൽകി. പരിശോധനയിൽ കോവിഡ് പോസിറ്റീവ് ആകുന്നവരെ പ്രത്യേക നിരീക്ഷണത്തിലാക്കണമെന്നും മന്ത്രാലയം പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. പരിശോധനയിൽ നെഗറ്റീവ് ആയാലും വീടുകളിൽ 14 ദിവസം നിരീക്ഷണത്തിൽ കഴിയണം.
ഇന്ത്യയുടെ തദ്ദേശീയ കോവിഡ് വാക്സിൻ ആയ കോവാക്സിന്റെ മൂന്നാം ഘട്ട ട്രയലുകൾ വിജയകരമായി പുരോഗമിക്കുന്നു. ഭാരത് ബയോടെക് ICMR സംയുക്തമായി വികസിപ്പിച്ചെടുത്ത വാക്സിൻ 13,000 പേർക്ക് നൽകിക്കഴിഞ്ഞു. മൂന്നാം ഘട്ടത്തിൽ 26,000 ആളുകൾക്ക് വാക്സിൻ നൽകാനാണ് ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. സംസ്ഥാനത്ത് ഇന്ന് 6,049 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി KK ശൈലജ അറിയിച്ചു. 760 പേർക്ക് രോഗം സ്ഥിരീകരിച്ച കോട്ടയം ജില്ലയിലാണ് കൂടുതൽ രോഗികൾ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 64,829 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 9.33% രോഗസ്ഥിരീകരണ നിരക്ക്. 27 മരണങ്ങളും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 2,870 ആയി. ചികിത്സയിലായിരുന്ന 5,057 പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായി. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 95.65%-ലെത്തി. ഇതുവരെ 96,36,000 രോഗികളാണ് സുഖം പ്രാപിച്ചത്. നിലവിൽ 2,92,000 പേർ മാത്രമാണ് രാജ്യത്ത് ചികിത്സയിലുള്ളത്. അതിനിടെ ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 7,78,00,000 കടന്നു. നാളെ ചേരാൻ തീരുമാനിച്ചിരുന്ന സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിന് ഗവർണറുടെ അനുമതിയില്ല. പാർലമെന്റ് ഈയിടെ പാസാക്കിയ കാർഷിക നിയമങ്ങൾ ചർച്ച ചെയ്യാനാണ് സമ്മേളനം തീരുമാനിച്ചിരുന്നത്. മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന പ്രമേയത്തിന്മേൽ 1 മണിക്കൂർ ചർച്ചയാണ് തീരുമാനിച്ചിരുന്നത്. സമ്മേളനത്തിന് ഗവർണർ അനുമതി നൽകാതിരുന്നത് നിർഭാഗ്യകരമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. സിസ്റ്റർ അഭയ കൊലക്കേസിൽ പ്രതികളായ ഫാദർ തോമസ് M. കോട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവർ കുറ്റക്കാരാണെന്ന് CBI പ്രത്യേക കോടതി വിധിച്ചു. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ 28 വർഷത്തിനു ശേഷമാണ് വിധി പ്രസ്താവിച്ചത്. കേസിൽ കൊലക്കുറ്റം തെളിഞ്ഞതായി CBI കോടതി കണ്ടെത്തി. കേസിലെ ശിക്ഷാവിധി നാളെ പ്രസ്താവിക്കും. സിസ്റ്റർ അഭയ കൊലക്കേസിൽ 1 വർഷത്തിലേറെ നീണ്ട വിചാരണ ഈ മാസം 10-നാണ് പൂർത്തിയായത്. പ്രത്യേക CBI കോടതി ജഡ്ജി K. സനിൽകുമാറാണ് വിധി പറയുന്നത്. 1992 മാർച്ച് 27-നാണ് സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേരള പര്യടനത്തിന് ഇന്ന് കൊല്ലം ജില്ലയിൽ തുടക്കമായി. ജില്ലയിലെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള വിവിധ സാംസ്കാരിക സാമൂഹിക പ്രമുഖരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഉച്ചയ്ക്ക് ശേഷം പത്തനംതിട്ട ജില്ലയിലും അദ്ദേഹം പര്യടനം നടത്തി. പശ്ചിമബംഗാളിൽ ശാന്തിനികേതനിൽ വിശ്വഭാരതി സർവകലാശാലയുടെ ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച രാവിലെ 11-ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അദ്ദേഹം സർവകലാശാലയിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അഭിസംബോധന ചെയ്യും. അതിർത്തി രക്ഷാസേനയും ബംഗ്ലാദേശിലെ അതിർത്തി സേനയും തമ്മിലുള്ള 51ാമത് ഡയറക്ടർ ജനറൽ തല അതിർത്തി ഏകോപന സമ്മേളനത്തിന് ഗുവാഹത്തിയിൽ തുടക്കമായി. BSF ഡയറക്ടർ ജനറൽ രാകേഷ് അസ്താന, ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് തലവൻ മേജർ ജനറൽ MD ഷാഫി ദീനുൽ ഇസ്ലാമുമായി ചർച്ച നടത്തും. അതിർത്തി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, സേനകൾ തമ്മിലുള്ള ഏകോപനം സാധ്യമാക്കുക എന്നിവ ചർച്ചാ വിഷയമാകും. സൈനികർക്കും വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർക്കും വിവിധ ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് ബാങ്ക് ഓഫ് ബറോഡയുമായി കരസേന ധാരണാപത്രം ഒപ്പിട്ടു. സൌജന്യ അപകട ഇൻഷുറൻസ്, ഉന്നത വിദ്യാഭ്യാസ ഇൻഷുറൻസ്, പെൺകുട്ടികളുടെ വിവാഹ ഇൻഷുറൻസ് എന്നിവ സേവനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലഫ്റ്റനന്റ് ജനറൽ രവീൻ ഖോസ്ല, ബാങ്ക് ഓഫ് ബറോഡ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിക്രമാദിത്യ സിംഗ് എന്നിവരാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. രാജ്യത്തെ ഓഹരി വിപണിയിൽ ഇന്ന് നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 452 പോയിന്റ് നേട്ടത്തിൽ 46,006-ലും, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 137 പോയിന്റ് ഉയർന്ന് 13,466-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ശാസ്ത്ര പഠനത്തിനുള്ള വിശ്വസനീയമായ കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി. വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതാണ് പുതിയ വിദ്യാഭ്യാസ നയമെന്നും നരേന്ദ്രമോദി. ബ്രിട്ടനിൽ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതിനെ തുടർന്ന് രാജ്യത്ത് ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ നിന്ന് 6,049 പേർക്ക് കോവിഡ്. രാജ്യത്തെ രോഗമുക്തി നിരക്ക് 96%-ലേക്ക്. സംസ്ഥാന നിയമസഭയുടെ നാളത്തെ പ്രത്യേക സമ്മേളനത്തിന് ഗവർണറുടെ അനുമതിയില്ല. സിസ്റ്റർ അഭയ കൊലക്കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി. ശിക്ഷ നാളെ വിധിക്കും. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9 മണിക്ക്.